സോ സത്യനന്ദിക്കാടിൻ്റെ മകൻ സർവം മായ. നിവിൻ പോളി ശരിക്കും ലക്കിയാണ്. കാരണം ഈ ഒരു സിനിമ വല്ല പോക്കറ്റ്സൊക്കെ അടിച്ചുകൊണ്ട് പോകേണ്ട ഒരു സംഭവമാണ്. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഈ ക്യാരക്ടർ കിട്ടി. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ഫീൽ ഗുഡ് സിനിമാസ് ഭയങ്കരമായിട്ട് വർക്കാവും. പ്രത്യേകിച്ച് സത്യനന്ദിക്കാടിൻ്റെ ഒരു വലിയ ഫാനാണ് ഞാൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ഹൃദയപൂർവ്വത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ പേരെന്തോ അഖിൽ സത്യൻ. പാച്ചും അത്ഭുത വിളക്കും അതുപോലെ വേറെ ഏതെങ്കിലും സിനിമയുണ്ടോ? എന്തായാലും എനിക്ക് ഈ സിനിമ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ സംഭവം അത്ര ഒരു എനർജി ഫീൽ ചെയ്തില്ല തുടക്കം. കാരണം ഇദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ ഒരു മ്യൂസിഷ്യനാണ്, അതൊരു ഗിറ്റാർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഒരു ഗിറ്റാർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഒരാൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇനി എത്ര വലിയ ആക്ടർ ആയിരുന്നാലും അതിലത്രയും അഭിനയിക്കാൻ പറ്റത്തില്ല. അതായത് കുറച്ചെങ്കിലും ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തൊക്കെ ഒരു പരിചയം വേണം, എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ അതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ആ ഒരു ക്യാരക്ടറിൽ. അപ്പോൾ തുടക്കം കണ്ടപ്പോഴത്തേക്ക് നിവിന് ഇത് വലിയ ഐഡിയ ഇല്ലാത്തൊരു സംഭവം പോലെ തോന്നി. പിന്നെ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അഭിനയമാണ്, അത് വളരെ വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്യും. ഇൻസ്ട്രുമെൻറ്റ് കുറച്ച് അത്യാവശ്യം വായിക്കുന്ന ഒരാളിനൊന്നും ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറുകളാണ്. ഫുൾ ഒരു മ്യൂസീഷ്യനായിട്ടാണ് അദ്ദേഹം, നല്ലൊരു ഗിറ്റാർ ആർട്ടിസ്റ്റായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. അപ്പോൾ തുടക്കത്തിൽ ഇദ്ദേഹത്തിന് ഇതിനുമായിട്ട് വലിയ ബന്ധമില്ല, അറിയായിരിക്കും, പക്ഷേ എങ്കിലും നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്യത്തക്ക വിധത്തിലുള്ള ആ ഒരു ഗിറ്റാറും വെച്ചുള്ള ജസ്റ്റേഴ്സ് ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആ പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, ഇതൊന്നും അതിൻ്റെ ആ ഒരു റിയാലിറ്റി അദ്ദേഹത്തിലോട്ട് എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ സിനിമ അങ്ങോട്ട് തുടങ്ങി അജു നിവിൻ പോളിയായിട്ടുള്ളൊരു കോംബോ വന്നപ്പോഴത്തേക്ക് സിനിമ അങ്ങോട്ട് കണക്റ്റ് ആവാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ സിനിമയിലോട്ട് അങ്ങോട്ട് ഇന്നായത്. പിന്നെ അങ്ങോട്ട് അത്യാവശ്യം കോമഡികളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജോൺറയാണ്, ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെങ്കിലും ഇതിനകത്തൊരു കഥാപാത്രമുണ്ട്, അതൊരു സ്പെഷ്യലാണ്. ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല. എങ്കിലും വളച്ചുകെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ പല തരത്തിലുള്ള പ്രേതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു നിരുപദ്രവകാരിയായിട്ടുള്ളൊരു സാധുവായിട്ടുള്ള, എന്നാൽ ആ ഒരു ഓവറോൾ ആ ഒരു കോണ്ടന്റിനെ വളരെയധികം കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫീൽ ഗുഡ് പ്രേതം ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. സോ അത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. പിന്നെ ഈ സിനിമയുടെ ഒരു മോറൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ വാഹനം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായിട്ട് വാഹനമൊക്കെ ഓടിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടാണ് പലരും വാഹനം കൈകാര്യം ചെയ്യുന്നത്. പല കാര്യങ്ങൾ ഓർത്തും അല്ലെങ്കിൽ പലയിടത്തും ഫോണിൽ സംസാരിച്ചും, ചിലപ്പോൾ ഇൻ്റർകോമിൽ നമ്മുടെ വാഹനത്തിനകത്ത് തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് പെട്ടെന്ന് അവർ പോലും അറിയാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും, അപകടങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും. ഈ സിനിമയിൽ അതിനൊരു നല്ല മെസ്സേജ് ഉണ്ട്. അതായത് വാഹനം ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ടിട്ട് ഡോർ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് വളരെ കോൺഷ്യസ് ആയിട്ട് ബാക്കിൽ നിന്ന് വണ്ടി വരുന്നോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചിറങ്ങണം എന്നുള്ളൊരു നല്ല മെസ്സേജ് ഈ സിനിമ തരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷേ ഈ സിനിമയുടെ ഒരു കോർ എന്ന് പറയുന്നത് അതിൽ നിന്നാണ് ഈ സിനിമ അങ്ങോട്ട് ഇവോൾവ് ചെയ്യുന്നത്. അതെനിക്കൊരു വലിയ സന്ദേശമായിട്ട് തോന്നി. കാരണം നമ്മൾ എപ്പോഴായിരുന്നാലും വാഹനത്തിൻ്റെ ഡോർ തുറന്ന് ഏത് സൈഡിലോട്ട് ഇറങ്ങിയാലും നമ്മൾ ഒന്ന് കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവം ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു അവയർനെസ് നല്ലതുപോലെ ഈ സിനിമയിൽ നിന്ന് കിട്ടി. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ ജസ്റ്റിൻ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. തുടക്കത്തിലൊരു ബ്രാഹ്മിൺ ഫാമിലി, അവരുടെ കുറേ ചിട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു വരുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരുപാട് മൃദംഗം യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ അദ്ദേഹം ആവശ്യമില്ലാതെ മ്യൂസിക്കൊന്നും കൊടുത്തിട്ടില്ല. അതെനിക്കൊന്നും ഡയറക്ടറുടെ ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു. ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ മ്യൂസിക് ഇട്ട് ഓവറാക്കുന്ന ഒരു പരിപാടിയൊന്നും പുള്ളിയുടെ പാച്ചുവിലും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല താരനിര തന്നെ ഉണ്ട്. അൽത്താഫ് സലീം, അജു വർഗീസ്, വിനീത്, ജനാർദ്ദനൻ സാറിൻ്റെ കുറേ നാളുകൾക്ക് ശേഷമാണ് സിനിമയിൽ. അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമ്മുടെ മഞ്ജു വാര്യരുടെ ബ്രദറുണ്ട്, അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ് സിനിമയുടെ തുടക്കം. അപ്പോൾ അവിടെയൊക്കെയാണ് എനിക്കിത് കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയത്. ജസ്റ്റിൻ പ്രഭാകരൻ, ഞാൻ ഉദ്ദേശിച്ച കമ്പോസർ അല്ലേ, ഇപ്പോൾ തമിഴ് എന്നുള്ള മ്യൂസിക് ഡയറക്ടറാണെന്ന് തോന്നുന്നു, ഞാൻ ഉദ്ദേശിച്ച ആളല്ലത്. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വത്തിൻ്റെ കമ്പോസർ ഇദ്ദേഹമാണ്. അതിൽ നല്ല പാട്ടുകളായിരുന്നു. സോ പിന്നെ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, ഇങ്ങനത്തെ സിനിമയെക്കുറിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും ആ കോണ്ടന്റിലോട്ട് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പോയിലാവും. ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഞാൻ സ്പോയിൽ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും സിനിമ ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ. അത് നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കുകയും നമ്മളിലേക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്ന, കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയിലൂടെ റൈറ്റർ. വലിയ സംഭവങ്ങളൊന്നുമല്ല, പക്ഷേ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ
അണ്ടർലൈങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലെയറായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സെൻറ്റിമെൻ്റൽ പാർട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് പറയുന്നതൊക്കെ ഇങ്ങനെ കറക്റ്റ് അടുക്കി പറക്കി വെച്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇറ്റ് മീൻസ് ഒരു സീനിൽ നിന്നൊരു ഫ്ലോയിൽ അങ്ങ് പോകാനല്ല. നിവിൻ പോളി ആ ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നതിലുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. വളരെ ഒരു ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇനി കഥ തുടങ്ങും എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു കഥ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ പാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക്, ആ ഒരു ട്രോമ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതവിടെ നിർത്തി അതെവിടെ നിന്നോ ഒരു സ്വിച്ച് ചെയ്ത ആ ഒരു കാര്യങ്ങൾ പറയുന്ന പോലെ തോന്നി. അല്ലാതെ ഒരു ഫ്ലോ ആയിട്ട് പോകണ കണക്ക് ഫീൽ ചെയ്തില്ല. സോ അതൊക്കെ ഇനി ഒരു കുറ്റമായിട്ട് ഞാൻ പറയല്ല, മേ ബി എൻ്റെ ആസ്വാദനത്തിൻ്റെ കുറവുകളായിരിക്കാം. അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് 100% വർക്കായതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് ഫോർ സപ്പോർട്ടിങ് മീ.